പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂലൈ മാസം 20 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ആരും മൗനമായിരിക്കാതെ അല്പസമയം ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറയും. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറയും. കർത്താവെ, അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാണ്, ഞാൻ ഉണർന്നിരിക്കുന്നത്. ആ തിരുവെഴുത്ത് പറയാം. നമുക്ക് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ കർത്താവ് ഭാഗ്യം തന്നില്ലേ? അപ്പൊ ആ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞ് തന്ന് ഞങ്ങളെ നടത്തുന്ന അങ്ങനെ വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രമപ്പാ 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 സ്തോത്രമപ്പാ. അങ്ങ് ഞങ്ങളെ നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. 107 സങ്കീർത്തനത്തെ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. 2-ാമത്തെ വാക്യം, യഹോവ വൈരിയുടെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തതായ കർത്താവിന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യം പറയാം, അവർ യഹോവയായ കർത്താവിനെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം കൂടെ കർത്താവിന് നന്ദി പറയാം. അല്പസമയം കൊണ്ട് നമുക്ക് ലഭിച്ച രക്ഷയ്ക്കായിട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പാപത്തിന്റെ ചേറ്റിൽ നിന്നും വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിത്യനരകത്തിൽ പോകേണ്ട നമ്മളെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുത്ത് നിത്യരക്ഷ ഒരുക്കി തന്ന വലിയ കൃപകൾക്കായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. സ്വർഗീയ പൗരന്മാരാക്കി നമ്മളെ തീർത്തതിന്, സ്വർഗീയ കുടുംബക്കാരാക്കി നമ്മളെ തീർത്തതിന് കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം അപ്പ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക അപ്പ ഈ പകൽക്ക് ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നപ്പ. അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അങ്ങ് അവരുടെ ആവശ്യങ്ങളെ കൂട്ടായിട്ടിരിക്കണമേ. തന്റെ കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും അതിന്മേലൊരു വലിയ ദൈവിക പ്രവൃത്തി ഇന്ന് പകൽക്കാലം കർത്താവ് വെളിപ്പെടുത്തണം. രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, മാനസികമായ അസ്വസ്ഥതയിൽ കഴിയുന്നവർ, സമാധാനമില്ലാതിരിക്കുന്നവർ, സ്വസ്ഥതയില്ലാതിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സ്വസ്ഥതയും മനസ്സിനും സമാധാനവും കൊടുത്ത് അവരെല്ലാം അനുഗ്രഹിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിൽ മക്കളെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. കർത്താവെ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ ഭാരങ്ങൾ മനുഷ്യനെ അലട്ടുമ്പോൾ അതിന്മേലൊക്കെ ഈ ദൈവിക വലിയ ആശ്വാസവും സമാധാനവും കൊടുത്ത് കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വലിയ ഗ്രേസ് തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. വലിയ ഗ്രേസ് വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. വലിയ ഗ്രേസ് വെളിപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതുപോലെ കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്തദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. അവരും കർത്താവിൽ ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അങ്ങയുടെ കൈകൾ ഇണങ്ങിയ ആയുധങ്ങളാക്കി തീർക്കണം. നാളത്തെ സഭായോഗങ്ങൾ ലോകവ്യാപകമായ ഒരു ഉണർവിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക അഭിഷക്തന്മാർ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ചയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ലോകത്തെമ്പാടും സഭായോഗമുള്ള ദിവസമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ലോകത്തെമ്പാടും വെളിപ്പെടുവാൻ ഇടവരും. ആമേൻ. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. 84-ാം സങ്കീർത്തനം അല്ലെങ്കിൽ 84-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. Psalms 84:5.
അവിടെ പറഞ്ഞു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം കർത്താവിലുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതിൻ്റെ അർത്ഥം ബലം കർത്താവിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടു. ഹൗ എൻറിച്ച്ഡ് ആർ ദേ ഹു ഫൈൻഡ് ദെയർ സ്ട്രെങ്ത് ഇൻ ദ ലോർഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ എൻ്റെ ബലം ദൈവമാണ്. ഞാൻ മനുഷ്യനിലല്ല ബലം കരുതിയിരിക്കുന്നത്, അല്ല ആഹാരത്തിലല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയിലല്ല ഞാൻ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ദൈവത്തിലാണ് എൻ്റെ ബലം വെച്ചിരിക്കുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ. ആമേൻ, ഹല്ലേലൂയ. അതായത് ദൈവമായ എൻ്റെ സഹായകൻ. എൻ്റെ ആയുസ്സിനെ നിലനിർത്തുന്നത് ദൈവമാണ്, എൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നത് ദൈവമാണ്, എൻ്റെ ജോലിയെ നിലനിർത്തുന്നത് ദൈവമാണ്, എൻ്റെ നന്മയെ അല്ലെങ്കിൽ എൻ്റെ എല്ലാത്തിൻ്റെ സഹായകൻ ദൈവമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെ വേദപുസ്തകം പറയാ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. കാരണം വേറെ എല്ലാ ബലങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന ബലങ്ങളായി ഈ ഭൂമിയിലുള്ളത്. ലോകത്തിൽ ഏത് ബലവും മറ്റ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു. ഇതൊക്കെ ലോകപരമായ ശക്തിയെ കാണിക്കുന്നു. ചിലർ അവരുടെ ആഹാര രീതിയെ കാണിക്കുന്നു. ചിലർ അവരുടെ എക്സസൈസിൽ ആശ്രയിക്കുന്നു, ചിലർ അവരുടെ പണത്തിൽ ആശ്രയിക്കുന്നു, ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ലോകത്തിൽ പല തരത്തിലുള്ള ആശ്രയങ്ങൾ പലർക്കുമുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം പറയുക ബലം നിന്നിലുള്ള, അതായത് ദൈവത്തിൽ ബലം അർപ്പിച്ചിട്ടുള്ളതാണ്. കർത്താവേ അങ്ങ് എൻ്റെ ബലം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നമുക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ കർത്താവേ അങ്ങ് എൻ്റെ ബലം, ഞാൻ അങ്ങിനെ ആശ്രയിക്കുന്നു, എൻ്റെ ബലം അങ്ങ എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ജയം എടുക്കാൻ കഴിയും. അതിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുവാൻ കഴിയും. നമുക്ക് പ്രാക്ടിക്കലി നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് നമുക്കറിയാം. പ്രാക്ടിക്കലി അത് നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് മാനുഷികമായിട്ട് നോക്കുമ്പോൾ അറിയത്തില്ലെന്ന് അറിയാം. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്നാ ചെയ്യണം? കർത്താവേ അങ്ങ എൻ്റെ ബലം അങ്ങിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്നാ പറയും. എൻ്റെ ബലം അങ്ങ്, എന്നെ സഹായിക്കുന്നവനങ്ങ്, എൻ്റെ ശക്തി അങ്ങ്, എൻ്റെ ആരോഗ്യം അങ്ങ്, എൻ്റെ ബുദ്ധി അങ്ങ്, എൻ്റെ നിറവങ്ങ്, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നവൻ അങ്ങ് എന്നിൽ വസിക്കുന്നുണ്ട്, അത് നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും കർത്താവാണ് എൻ്റെ ബലമെന്ന് നമ്മൾ പറയുകയും ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ മാനുഷിക കഴിവുകൊണ്ട് നടക്കത്തില്ല, പക്ഷെ നമുക്കത് നടത്തിയേ പറ്റൂ. അപ്പം നമ്മൾ പറഞ്ഞ കർത്താവേ എന്നെ കൊണ്ടത് പറ്റത്തില്ല, എൻ്റെ മാനുഷിക പവർ കൊണ്ടോ ഒന്നും നടക്കത്തില്ല. പക്ഷെ ബലം അങ്ങല്ല, എൻ്റെ ബലം കർത്താവ്, എൻ്റെ ബലം കർത്താവ്, എൻ്റെ കർത്താവിനെ കൊണ്ട് അത് സാധ്യമാണ്. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും, എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡിവൈൻ ഹെൽപ്പ് ലഭിക്കും, സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് ലഭിക്കും. ഹല്ലേലൂയ, ആമേൻ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കർത്താവിൽ അങ്ങ് ട്രസ്റ്റ് ചെയ്യുന്നത്. കർത്താവെ എനിക്ക് പറ്റത്തില്ല, ഞാൻ അങ്ങിൽ ട്രസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ബലം അങ്ങാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്, എൻ്റെ കഴിവിൽ ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് അത് നേടാൻ കഴിയത്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ആമേൻ, മാനുഷിക കഴിവുകൾക്കപ്പുറം അതിനപ്പുറത്തുള്ളത് നമ്മളിൽ വ്യാപരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ യെരമ്യാവിന്റെ പുസ്തകത്തിനകത്ത്, യെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ യഹോവ ബലമായിരിക്കുന്ന, അല്ലെങ്കിൽ യഹോവ തന്നെ ബലമായിരിക്കുന്ന മനുഷ്യൻ എന്നാണെന്നറിയാം, അവൻ അനുഗ്രഹിക്കപ്പെട്ടതാ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായും. എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നവനെ ഒന്നും ബാധിക്കത്തില്ല. അവനെ കാലാവസ്ഥ ബാധിക്കത്തില്ല, അവനെ സാഹചര്യങ്ങൾ ബാധിക്കത്തില്ല, അവനെ ലോകത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ അതൊന്നും ബാധിക്കത്തില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി തീരും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നുകൂടെ കൈ ഉയർത്തി പറയാം, എൻ്റെ ബലം കർത്താവ്. എല്ലാവരും പറഞ്ഞു എൻ്റെ ബലം കർത്താവ്. എല്ലാവരും പറഞ്ഞു എൻ്റെ ബലമായ കർത്താവേ, എൻ്റെ ബലം കർത്താവ്, എൻ്റെ ബലം കർത്താവ്. ഞാൻ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് അത് കഴിയത്തില്ല, പക്ഷെ കർത്താവിൻ്റെ ബലമാണ്, അത് കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ട്രസ്റ്റ് കർത്താവിൽ തന്നെ ആയിരിക്കട്ടെ. കർത്താവിൽ തന്നെ ബലപ്പെട്ടിരിക്കാൻ സഹായിക്കണം, മറ്റൊന്നിനും ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.